സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണവർഗത്തിൻ്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടി പുറത്തു വരുന്നത്. കേരളത്തിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഈ അടുത്ത കാലത്താണ് നടന്നത്. നമ്മൾ എന്താണ് കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ ജനാധിപത്യ സമൂഹം, പ്രബുദ്ധത സമൂഹം എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന ഈ സമൂഹത്തെ കൊഞ്ഞനം കുത്തി വിളിച്ചു കാട്ടി കേരളത്തിലെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ സംഘമായ CPM-ഉം കൂടി കേരളത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പിക്ചർ മാത്രമാണ്, ഒരു ട്രെയിലർ മാത്രമാണ് ഇവിടെ അൻവർ പുറത്തുവിട്ടത്. ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി നൗഷാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ബോധമുള്ള സാമൂഹ്യനീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റിയുടെയും ഒക്കെയുള്ള തുണക്കുട്ടികൾ നേരത്തെ തന്നെ കേരളത്തിനും CPM-ന് പ്രത്യേകിച്ചും ഞങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിലല്ലാത്ത പോലീസ്, അത് നിങ്ങൾ അറിഞ്ഞാണോ ഈ കള്ളത്തരം, അതാ നിങ്ങൾ അറിയാതെയാണോ ഈ കള്ളത്തരം എന്നത് മാത്രമാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണിപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ SP ഉണ്ടല്ലോ, സുജിത് ദാസിനെ കുറിച്ച് നമ്മൾ അറിയണം. കേരളത്തിലെ പാവപ്പെട്ട പോലീസുകാരെ സ്വന്തം ഭാര്യയുടെ പേറ്റെടുപ്പിന് കൊണ്ടുപോകുന്ന ഒരുതരം വൃത്തികെട്ട മനുഷ്യനാണ് അദ്ദേഹമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഓഫീസിലെ മരം മുറിച്ച് അതിന് വീട്ടിലെ ഫർണിച്ചർ പണിയുന്ന വൃത്തികെട്ട രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ, CPM-ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊലയാളി സംഘമായിരുന്നത്. CPM ഭരണത്തിലിരിക്കുന്നത് കൊണ്ട്, കൊല ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് കേരളത്തിലെ പോലീസിന് ഈ കൊട്ടേഷൻ പണി ഏൽപ്പിച്ചിരിക്കുകയാണോ എന്നാണ് ഞങ്ങൾക്കിവിടെ ചോദിക്കുവാനുള്ളത്. CPM-ന് കഴിയാത്തപ്പോൾ പോലീസ് ആളെ കൊല്ലുക എന്നതാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. കേരളത്തിൻ്റെ ആഭ്യന്തര വ്യവസ്ഥയെ, കേരളത്തിൻ്റെ സുരക്ഷിതത്വ ബോധത്തെ ഇത്തരം മാത്രം വഞ്ചനം കുത്തിയ ഒരു സമൂഹം ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഒരേ സമയം ക്രിമിനലുകളുമായി ബന്ധം. നിങ്ങളറിയുമോ, കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് ഒറ്റുകൊടുക്കുകയും അത് തിരിച്ചു പിടിക്കുകയും അതിൽ നിന്ന് കമ്മീഷൻ മേടിക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സ്വന്തം ഓഫീസിലെ മരം മുറിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ നമ്മൾക്ക് പരിചയമില്ലാത്ത, നമ്മൾ മലയാള സിനിമകളിൽ, ലോക സിനിമകളിൽ കണ്ടിട്ട് ക്ലീശ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പോലീസും മാഫിയ സംഘങ്ങളും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പിണറായി വിജയൻ അറിയാതെയല്ല, മറിച്ച് പിണറായി വിജയൻ വണ്ടിയിലുറപ്പിച്ച് നടത്തിയ ഒരു കോപപൂർവമുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഭരണപക്ഷ MLA-ക്ക് പിണറായിയുടെ മുഖത്ത് നോക്കി അത് പറയാൻ ധൈര്യമില്ലാത്തതിനാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെങ്കിൽ വളരെ വ്യക്തമായിട്ട് പിണറായിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നാണം കെട്ട ഈ പരിപാടി, കേരളത്തിലെ ഒറ്റുകൊടുക്കുന്ന ഈ പരിപാടി നിങ്ങൾ നിർത്തി പുറത്തു പോകണം, രാജിവെക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് കേരളത്തിലെ CPM-നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്?